അധികാരത്തിലേറിയ ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ മുൻപിൻ നോക്കാതെയുള്ള താരിഫ് മാറ്റങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. അമേരിക്ക സ്വപ്നം കണ്ട് ജീവിക്കുന്നവരുടെ നെഞ്ചിൽ ഇടുത്തി പോലെയാണ് H-1B വിസ ഫീസ് വർധന എന്ന തീരുമാനം ട്രംപ് അറിയിച്ചത്. ഈ തീരുമാനം അമേരിക്കയിലെ കുടിയേറ്റ നിയന്ത്രണം നടപ്പാക്കാനാണെന്നാണ് ട്രംപിന്റെ ഭാഷ്യം. എന്നാൽ H-1B വിസയുടെ ഫീസ് വർധനവിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുക ഇന്ത്യയിലെ ടെക്കികൾക്കാണെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്ക എന്ന കയ്യെത്താ ദൂരത്ത് നിൽക്കുന്ന രാജ്യത്തിൽ ഒരു ജോലി നേടുക എന്നത് ഇന്ത്യയിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പ തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുക എന്ന സ്വപ്നവുമായി കഴിയുന്ന രാജ്യത്തെ ടെക്കികൾക്ക് വിസയുടെ പ്രഹരമേൽക്കാൻ വളരെയധികം സാധ്യതയുള്ളതായാണ് റിപ്പോർട്ടുകൾ. ആഗോള വിപണിയിൽ അനിശ്ചിതത്വം വ്യാപിച്ചിരിക്കുകയാണ്. US-ലെ നയപരമായ കടുപ്പം ഇന്ത്യൻ ടെക്കികളുടെ തൊഴിൽ സുരക്ഷയെയും ജീവിത നിലവാരത്തെയും സാരമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ടെക് കമ്പനികൾക്ക് താങ്ങായി നിൽക്കുന്ന ഇന്ത്യയിലെ IT രംഗം ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. ഇതുകൂടാതെ IT രംഗത്ത് നിരവധി വെല്ലുവിളികളും ഉടലെടുക്കുകയാണ്. H-1B വിസകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യക്കാർക്കായതിനാൽ തന്നെ ഇതിൽ കനത്ത തിരിച്ചടി ലഭിക്കുന്നതും ഇന്ത്യക്കാർക്ക് തന്നെയാണ്. IT രംഗം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. AI സാധ്യതകൾ വിപുലമായി ഉപയോഗപ്പെടുന്നതിനാൽ നിലവിലുള്ള ജീവനക്കാരുടെ വൈദഗ്ധ്യക്കുറവ് തലവേദന സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. രണ്ടാമത്തേത്, ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധവും വിസ ഫീസ് വർധനയും കമ്പനികളുടെ ബിസിനസ് വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. മൂന്നാമത്തേത്, സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന അതിവേഗ മാറ്റങ്ങൾ മൂലം ആഗോള ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള ജീവനക്കാർക്ക് പരിജ്ഞാനമില്ലാതെ വരുന്നു. നാലാമത്തേത്, അമേരിക്കയിലും യൂറോപ്പിലും സാമ്പത്തിക മാന്ദ്യ ഭീഷണി ശക്തമായതിനാൽ ആഗോള ടെക്നോളജി കമ്പനികൾ IT രംഗത്തെ നിക്ഷേപം ചുരുക്കുന്നു എന്നിവയാണ്. മുൻനിര കമ്പനികളായ TCS, ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹേന്ദ്ര തുടങ്ങിയവയും പുതിയ റിക്രൂട്ട്മെന്റിന് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പുതുതായി ജോലിക്ക് തയ്യാറെടുക്കുന്ന ആയിരക്കണക്കിന് യുവാക്കൾക്കും വർഷങ്ങളായി അമേരിക്കൻ ക്ലയന്റുമായി പ്രവർത്തിച്ചു വരുന്ന പരിചയസമ്പന്നരായ ടെക്കികൾക്കും ഭാവി എന്താകുമെന്നറിയാതെ ആശങ്കയിൽപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള കരാറുകൾ കുറയുന്നതോടെ കമ്പനികൾക്ക് ജീവനക്കാരെ പിരിച്ചുവിടേണ്ട സാഹചര്യം വരെ വന്നേക്കാം. അതിന്റെ ഭാഗമായി ചില കമ്പനികൾ അനൌദ്യോഗികമായി ജീവനക്കാരോട് പുതിയ അവസരങ്ങൾ അന്വേഷിക്കാനും നിർദ്ദേശം നൽകി തുടങ്ങിയവയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതോടെ ജോലി സ്ഥിരത എന്നത് ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ആക്സഞ്ചർ പോലുള്ള ആഗോള ഭീമന്മാരും കഴിഞ്ഞ മാസങ്ങളിൽ 11,000 ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യാപകമായ ഉപയോഗം തൊഴിലാളികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനുള്ള സാധ്യതയുമുണ്ട്. പല വർഷങ്ങളിലായി കോഡിംഗും ടെസ്റ്റിംഗും പ്രവർത്തിച്ചിട്ടുള്ള ടെക്കികൾക്ക് ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളെ പിന്തുടരാനാകാത്ത അവസ്ഥയാണെന്നതാണ് പ്രധാന പ്രശ്നം. അതേസമയം ട്രംപിന്റെ തുടർച്ചയായ ഈ വിസ ഫീസ് വർധനയും കരാറുകളിലെ നിയന്ത്രണങ്ങളും കമ്പനികളുടെ ആഗോള ബിസിനസിനെ തന്നെ സാരമായി ബാധിക്കും. പുതിയ പ്രോജക്റ്റുകൾ താളം തെറ്റുമ്പോൾ ഇന്ത്യയിലെ ടെക്കുകളുടെ ജോലി നേരിട്ട് നഷ്ടമാകാൻ ഇടയാവുകയും ചെയ്യും. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീഷണി യൂറോപ്പിലും അമേരിക്കയിലും വ്യാപിക്കുന്നതോടെ നിക്ഷേപം ചുരുങ്ങുകയും അതിന്റെ ഫലമായി തൊഴിലവസരങ്ങൾ കുറയുമെന്ന സാഹചര്യമാണ് ഇനി വരാനിരിക്കുന്നത്. ഒരു ദശാബ്ദം മുമ്പ് അമേരിക്കയിലെ ഒരു ജോലി എന്നത് ആയിരക്കണക്കിന് ഇന്ത്യൻ യുവാക്കളുടെ ലക്ഷ്യമായിരുന്നു. എന്നാൽ ഇന്ന് അമേരിക്ക ശക്തമായ നിയന്ത്രണങ്ങളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ തിരിച്ചടിയാകുന്നത് ആയിരക്കണക്കിന് യുവാക്കളുടെ ജീവിതത്തിനാണ്. H-1B വിസയിൽ വരുത്തിയ മാറ്റം കേവലം ഒരു നിയന്ത്രണമല്ല, മറിച്ച് യുവജനങ്ങളുടെ ഭാവിയെ തന്നെ തുലാസിലാക്കുന്ന ഒരു നടപടിയാണ്.